ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ ഭക്തമക്കളും അസുഖമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ മക്കൾക്കും ഭക്തി വളരെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം സ്നേഹത്തിൽ എല്ലാവരും ശ്രീരശ്മിക്കും പ്രസന്നയ്ക്കും ആരെല്ലാം വേറെ ഉണ്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സുള്ള ഭക്തമക്കൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഭഗവാൻ എല്ലാവരെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരശ്മിയെയും പ്രസന്നയും എല്ലാ മക്കളെയും. അതുപോലെ ആരൊക്കെ ഉണ്ടോ നമ്മുടെ പ്രാർത്ഥനയിൽ പങ്ക് കൊള്ളാത്തവരുണ്ട് ഒരുപാട് പേര് ലോകത്ത്. വേദനിക്കുന്ന മക്കളെയൊക്കെയും ഭഗവാൻ താങ്ങണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്യാണമാർന്ന ഹരി ലീലാമൃതം നൃവര ചൊല്ലാം കുറഞ്ഞതു ചെവിക്കൊള്ളുക പാപഹരം. എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക നല്ലൊരു വിഷ്ണു കഥ നാരായണായ നമ. കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തൻ്റെ വിലാസമിതു. വീര്യങ്ങൾ ചേരും അവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരി ശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കിട്ടാഞ്ഞു വേദം ഉഴലും നേരം ആദി കവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ഠേ ധരിച്ചു ജലധൗ കൂർമ്മരൂപി ദിവി തട്ടും മഹാഗിരിയെ നാരായണായ നമ. കീറിക്കളഞ്ഞ കിറുകൊണ്ടം മഹാസുരന് വാരാഹസിംഹം ഉയരത്താക്കി ഭൂമിയെയും. നാരായണാക്ഷര വിരോധിക്കു മൃത്യു നരസിംഹോപഭൗത തനു നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരി ശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കുറ്റം വരാതെ ബലിയാഗത്തിൽ മാണിവ പുരറ്റം വരാതുലകു വീണ്ടഷമുച്ചുവടായി വില്ലാളിമാരയുധി മൂവേഴുവട്ടമിഹ കൊന്നോരു രാമഹരി നാരായണായ നമ. കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ പാട്ടം വരാതെ ബലഭദ്രാകൃതിം തടവി നാട്ടിന്നു നല്ലതിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരി ശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കേൾപ്പേറിനോരു യദു വംശേ പിറന്നു ഹരിമുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ. അപ്പാഴരെ കലിയുഗാന്ധേ വധിച്ചിടുവ ഉൽപ്പന്ന കൽക്കിതനു നാരായണായ നമ. കേട്ടെന്നരാധിപനി വെണ്ണം രമേശ കഥ പെട്ടെന്നുറച്ചു ഭഗവത് രൂപമുള്ളിലധ. കഷ്ടം കടിച്ചു മുനിവാക്യേന തക്ഷകനും ഇഷ്ടം നൃപന്നതിഹ നാരായണായ നമ.
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമുക്ക് ശ്രീ മധുരാഷ്ടകം കൂടി അല്പം ചൊല്ലാം. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം. ആധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം. വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭ്രമിതം മധുരം മധുരാധിപതേരഖിലം മധുരം. വേണോർമധുരോ രേണോർമധുര പാണിർമധുര പാദോ മധുരോ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം. ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗവത പാരായണം വസുദേവരെയും ദേവകിയുടെയും അടുക്ക ചെന്ന് പ്രായശിത്തമായി കരഞ്ഞും പാദത്തിൽ വീണ് നമസ്കരിച്ചൊക്കെ അവരുടെ ദേഷ്യങ്ങളൊക്കെ മാറി അവർ സന്തോഷമായിട്ട് തന്നെ കംസനെ യാത്ര അയച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് തന്നെ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഭൃത്യന്മാരെല്ലാം തൊഴുതുകൊണ്ട് നിന്നപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുട്ടിയെ ചുഴറ്റി എറിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് പറഞ്ഞ വാക്കുകളും നിൻ്റെ അന്തകൻ ഒരു സ്ഥലത്ത് അവതരിച്ചിട്ടുണ്ട്, നിനക്കാൽ ഒരു കാര്യവും സാധ്യമല്ല, അവൻ നിന്നെ കൊന്നിരിക്കും. ഇതൊക്കെ ഭൃത്യന്മാരോട് പറഞ്ഞതനുസരിച്ച് അവർ അതിന് ഉപായം ഉണ്ടാക്കാം, 10 ദിവസത്തിനകമുള്ള കുട്ടികളെയൊക്കെ ഞങ്ങൾ കൊന്നോളാം എന്നെല്ലാം പറഞ്ഞ് അവർ തിരക്കി സഞ്ചരിക്കുവാണല്ലോ. നമുക്കത് വായിക്കാം. സന്തതം ഭൂമോ പിറന്നുണ്ടായ ബാലന്മാരെ നീളവേ നടന്നന്വേഷിച്ചു നിൻ ഭൃത്യന്മാരാം ആളുകൾ ഞങ്ങളൊക്കെ കൊന്നൊടുക്കിയിടും വിധോ കൂടവേ അതിലകപ്പെട്ടിടും തവ ഹന്ത. എല്ലാ കുട്ടികളെയും നിരത്തി പിടിച്ച് കൊല്ലുമ്പോൾ അതിൽ ഹന്ത നിൻ്റെ, അതായത് കംസൻ്റെ കാലനായി വന്ന് അവതരിച്ച നാരായണനെ അതിനിടയ്ക്ക് ഒരു കുട്ടി അതിൽ അകപ്പെടും. അപ്പോൾ എല്ലാ കുട്ടികളെയും കൊല്ലുമ്പം അതിലൊരുത്തൻ ഈ കുട്ടിയായിരിക്കും എന്നവർ പറഞ്ഞു. അതനുസരിച്ച് പിന്നെ നിനക്കാരും ശത്രുക്കളില്ലല്ലോ, കൂടലർ നിനക്കു മറ്റാരും ഇല്ലല്ലോ. പിന്നെ ദേവകൾ സമരഭീരുക്കളാകുന്നതെല്ലാം ദേവേന്ദ്രൻ തവ ഗുണനാദങ്ങൾ കേൾക്കുന്നേരം ധാവനം ചെയ്യും തിരഞ്ഞിടുകിൽ അരക്ഷണാൽ താവകം ശസ്ത്രങ്ങളേറ്റന്തകപുരം പൊക്കുവാണിയിടും പ്രാണഭയം പൂണ്ടവർ തന്നെ ഭവാൻ വീണടി തൊഴുകിലും ആയുധം മുറുകിലും തേരഴുകിലും പാരിൽ വീണിഹ കിടക്കിലും ചാരവേ മുടി അഴിച്ചിട്ട് കൈകടിക്കലും ആയുധപ്രയോഗങ്ങൾ ഒന്നുമേ തോന്നാകിലും അകതാരിൽ കലർന്നോടിപ്പോയി ഒളിക്കലും പോരിലങ്ങ് അരികളെ കൊല്ലാതെ പരിപാലിച്ചാരകം തെളിഞ്ഞ് അയച്ചിടുമാറാകുന്ന നീതിയോട് ഇരുവർ തമ്മിൽ പൊരുന്നേരം
പക്ഷപാത ചേതസാ സുഹൃത്താണ് കാരണം, ശത്രുവീരരെ ചതിക്കയും ചെയ്യുകയില്ല ഒരിക്കലും. അത്രമാത്രം നല്ലവനാണ് കംസനെന്ന് ഈ ഭൃത്യന്മാർ പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ദേവന്മാർ യുദ്ധത്തിൽ ഭീരുക്കളാണ്. കംസൻ്റെ ഗുണഗണനാദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ദേവേന്ദ്രനുമെല്ലാം ഓടി ഒളിക്കും. ശസ്ത്രങ്ങളേറ്റ് അന്തകപുരത്തിൽ കംസൻ്റെ ശസ്ത്രങ്ങളേറ്റ് കാലപുരത്തിൽ പോകുന്ന ഭയന്നും കൊണ്ട് ദേവേന്ദ്രനൊക്കെ ഓടി ഒളിക്കും. പ്രാണഭയം പൂണ്ട് അവർ തന്നെ ഭവാൻ എന്നിട്ട് കാൽക്കൽ വെച്ച് ആയുധങ്ങളൊക്കെ കാൽക്കൽ വെച്ച് ഒഴിയും. വീണടി തൊഴുകിലും ആയുധ മുറുകിലും തേരഴുകിലും പാരിൽ വീണിയ കിടക്കിലും ഒരു ശത്രു യുദ്ധത്തിന് വന്നാൽ ഇങ്ങനെയെല്ലാം അഭയം തേടും. യുദ്ധത്തിൽ തോക്കുമെന്നാവുമ്പം വന്ന് കാൽക്കൽ വീഴും. പാരിൽ വീണിയ കിടക്കും, യുദ്ധം വയ്യ രക്ഷിക്കണേ. ചാരവേ മുടി അടിച്ചിട്ട് കൈ കടിക്കുന്നവരുണ്ട് യുദ്ധത്തിൽ ഒന്നും പറ്റാതെ വരുമ്പോൾ. ആയുധപ്രയോഗങ്ങളൊന്നുമേ തോന്നായെങ്കിലും അങ്ങനെയൊക്കെയുള്ള അകതാൽ കലർന്നോടിപ്പോൾ യുദ്ധത്തിൽ ഒളിച്ചോടുന്നവരുണ്ട്. അവരെയും പോരിലങ്ങ് അങ്ങനെയുള്ള അരികളെ കൊല്ലാതെ പരിപാലിച്ച് ആരകം തെളിഞ്ഞ് അയച്ചിടുമാറാകുന്ന നീ കംസൻ ഇങ്ങനെയെല്ലാം നീതിമാനാണെന്നാണ് ഈ ഭൃത്യന്മാർ പറയുന്നത്. പേടിച്ച് പിന്മാറും യുദ്ധത്തിൽ, അവരെ രക്ഷിക്കുമെന്നും ശത്രുക്കളായാലും അവർ യുദ്ധത്തിൽ വയ്യാതെ വരുമ്പോൾ ക്ഷീണിത കാണുകയാണെങ്കിൽ അവരെയും നീതി പാലിച്ച് ഒന്നും അവരെ ഉപദ്രവിക്കത്തില്ലാത്തൊരു നല്ല ഒരു രാജാവാണ് ഈ കംസൻ എന്നാണ് ഇവിടെ അവർ പറയുന്നത്. അതുകൊണ്ട് നീതിയോട് ഇരുവർ തമ്മിൽ പൊരുന്നേരം രണ്ടുപേർ തങ്ങളിൽ യുദ്ധം ചെയ്യുമ്പോൾ പക്ഷപാതം പിടിച്ച് സുഹൃത്തിനെ രക്ഷിക്കുന്ന സ്വഭാവം ഇല്ല, ശത്രുവിനെ ചതിച്ച് കൊല്ലുകയില്ല. അങ്ങനെയുള്ള നീതിമാനാണ് കംസൻ എന്ന് ഭൃത്യന്മാർ കംസനെ പുകഴ്ത്തുവാണ്. ആരുള്ളൂ യുധി ധർമ്മശീലന്മാർ നിന്നെപ്പോലെ ആരാ ഇങ്ങനെ ഉള്ളത്? ധർമ്മശീലന്മാർ ഇങ്ങനെ ആരെയും ചതിച്ചു കൊല്ലുകയില്ല. ക്ഷീണിതനാണെങ്കിൽ യുദ്ധത്തിന് വയ്യാന്ന് വന്നാൽ അവരെ വിട്ടയക്കും. അങ്ങനെ ശത്രുക്കളെ നീതി നിരക്കാത്ത ഒന്നും തന്നെ ചെയ്യുകയില്ല. അത്രമാത്രം നീതിമാനാണ്, ധർമ്മശീലനാണ് എന്നൊക്കെ ഇവിടെ അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയുന്ന ഈ ഭൃത്യന്മാർ. നിന്നുടെ ധർമ്മസ്ഥിതി നീതികൾ ഇത്യാദികൾ അനുഭവം കേട്ട് ബഹുമാനം ഉൾക്കാർന്നല്ലോ. കംസന്റെ നീതിവാക്യങ്ങളെല്ലാം കേട്ടപ്പോൾ അതിന് ബഹുമാനം തോന്നുന്നു. അത്ര നല്ലവനാണ് കംസൻ. നിന്നെ ശങ്കിച്ച് വസിച്ചിടും ജഗത്തിങ്കൽ. അങ്ങനെയുള്ള നിന്നെ എല്ലാവരും ഈ ജഗത്തിൽ ശങ്കിച്ചാണ് വസിക്കുന്നത്. അന്യൂന പരാക്രമശാലികൾ എല്ലാവരും നിർണയം നമ്മെ ജയിച്ചിടുവാൻ ഉലകത്തിൽ ഇന്നൊരു ഭൂതരില്ല എന്ന് ഉള്ളിൽ നീ ധരിച്ചാലും, കംസന്റെ ഉള്ളിൽ ധരിക്കൂ, നിന്നെപ്പോലെ ജയിക്കാനും നിന്നെപ്പോലൊരു ഒരു യോദ്ധാവും ഈ ഭൂമിയിലില്ല, ഈ ജഗത്തിലില്ല, അത് നീ ധരിക്കൂ. ഭൃത്യന്മാർ പറയുവാണ്, ഇന്നൊരു ഭൂതരില്ല എന്ന് ഉള്ളിൽ നീ ധരിച്ചാലും എന്നാലും നമുക്ക് ശങ്കിക്കണം ദേവകൾ തമ്മേ. എന്നാലും നമുക്കൊന്ന് ശ്രദ്ധിക്കണം ദേവന്മാരെ. എന്താ കാരണം? എന്നതിൽ പ്രധാനി എന്നാലും ശങ്കിക്കണം ദേവകൾ തമ്മേ. പുനരെന്നതിൽ പ്രധാനിയാം ബ്രഹ്മാവു നിത്യം തപോമന്ദനായി വിദ്യാഭ്യാസ തൽപരനായുള്ള അരവിന്ദ സംഭവൻ തന്നാൽ ഏതുമില്ലൊരു ഭയം. ബ്രഹ്മാവിനെ കൊണ്ട് നമുക്ക് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ശങ്കിക്കണം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ വർദ്ധിച്ചാൽ ശങ്കിക്കണം. അതുകൊണ്ട് ഇപ്പം ബ്രഹ്മാവിനെ കൊണ്ട് നമുക്ക് വിഷമമില്ല, ഒരു ഭയം വേണ്ട. പിന്നെ ചന്ദ്രശേഖരനോ പരമശിവനോ? ചന്ദ്രശേഖരൻ ഗിരിരാജനന്ദനയായ ചന്ദ്രാഭിമുഖിയോട് ഒന്നിച്ചു പിരിയാതെ. അതായത് ചന്ദ്രശേഖരനായ ഈ പരമശിവൻ പാർവതീദേവിയെ ഇങ്ങനെ പിരിയാതെ, ചന്ദ്രാഭിമുഖിയായിരിക്കുന്ന പാർവതീദേവിയെ പിരിയാതെ തന്നെ ശരീരത്തിൽ പാതിയും അവൾക്ക് അങ്ങ് തന്നെ താൻ മറന്നു നൽകിയിടുന്ന ദിഗംബരൻ. അതായത് പാർവതീദേവിക്ക് പരമേശ്വരൻ്റെ പകുതി ശരീരം അങ്ങ് കൊടുത്തിട്ട് തന്നെത്താൻ അങ്ങ് മറന്ന് ജീവിക്കുവാണ് ദേവിയുടെ കൂടെ. പിന്നെയും അവളുടെ ശാസനവശനായി അന്യപുരുഷരാരും ഇവിടെ വരായെന്ന് കൽപ്പിച്ചു നാരീജിതനായി ഇളാവൃതത്തിങ്കൽ എപ്പോഴും ആഭാസനായിരിക്കും അവനാലും ചിത്തത്തിൽ ഭയം നമുക്ക് എത്തുകയില്ല. അതുകൊണ്ട് പരമേശ്വരിയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം ദേവിയുടെ കൂടെ എപ്പോഴും ആഭാസനായി ഇരിക്കുന്നു. കാരണം ഈ പറഞ്ഞ സ്ഥലത്ത് പുരുഷന്മാർ വന്ന സ്ത്രീ ആയി പോകും. അതുകൊണ്ട് ഒരു ശാപം കൊടുത്തിട്ടുണ്ട്. പരമേശ്വരനും പാർവതീ ദേവിയും നന്നായി ക്രീഡിച്ച് എന്താ പറയുന്നത്, അവർ പറയാൻ എനിക്കറിയത്തില്ലല്ലേ, അവർ കാമലീലയിലോ എങ്ങാണ്ട് ഇങ്ങനെ അവർ നന്നായി ഭർത്താവും ഭാര്യയും കൂടെ രമിച്ചിരുന്ന സമയത്ത് ആരോ മഹർഷിമാരെങ്ങാണ്ട് വന്നു. അപ്പോൾ ദേവി നാണം വന്നു.
അങ്ങനെ ശപിച്ചുകൂടെ, പുരുഷന്മാർ വന്നാൽ സ്ത്രീ ആയി പോകണമെന്ന്. അപ്പോൾ അതിന് ഒത്തു തന്നെ പരമശിവൻ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ആഭാസനായി ഇരിക്കുന്ന ഒരു പിന്നെ പരമശിവനല്ലയോ, അതുകൊണ്ട് അദ്ദേഹത്തിനെയും ഭയക്കണ്ട. കാരണം എപ്പോഴും സ്ത്രീലമ്പടനായിട്ട് ഇങ്ങനെ പാർവതിക്ക് പകുതി ശരീരവും കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയേക്കുമല്ലയോ, അതുകൊണ്ട് അദ്ദേഹത്തിനെയും ഭയക്കണ്ട. ഇത് ആര് പറയുക കംസനോട്? കംസൻ്റെ ഭൃത്യന്മാർ. അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയമാണ്. അന്യപുരുഷരാരും ഇവിടെ വരായെന്ന് കൽപ്പിച്ചു. നാരീജിതനായി ഇളാവൃതത്തിങ്കൽ എപ്പോഴും ആഭാസനായിരിക്കും. അവനാലും ചിത്തത്തിൽ ഭയം നമുക്കെത്തുകയില്ല. എങ്കിലും ശത്രുക്കൾ തമ്മിൽ ത്യജിക്കരുതെന്ന് അതുകൊണ്ട് തൽക്കുലം മൂലച്ഛേദം ചെയ്വതിന് ഉപായങ്ങൾ ഉൾക്കാമ്പിൽ നിരൂപിച്ച് കൽപ്പിച്ചു കൊള്ളേണം നാം. അങ്ങനെയാണെങ്കിലും ഈ ശത്രുക്കൾ ത്യജിക്കരുതെന്നത് കൊണ്ട് തൽക്കുലം അവരെ മൂലച്ഛേദം വരുത്തണം. അതിനുള്ള ഉപായങ്ങൾ കണ്ടുപിടിക്കണം. അവിടെ വേരോടെ പിഴുത് കളയണം ഈ ദേവന്മാരെ. അതുകൊണ്ട് അതിനുള്ള ഉപായം കണ്ടുപിടിക്കണം. ഇവരെ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അവർ ശത്രുക്കൾ വർദ്ധിച്ചാൽ പെരുകിയാൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തൽക്കുലം മൂലച്ഛേദം ചെയ്യുന്നതിന് ഉപായങ്ങൾ ഉൾക്കാമ്പിൽ നിരൂപിച്ച് കൽപ്പിച്ചു കൊള്ളണം നാം. ധിക്കരിച്ചുപേക്ഷിച്ചു വയ്ക്കരുത് ആരും ചെമ്മേ. ശക്തിയും ശൗര്യവും ഇല്ലെങ്കിലും ശത്രുക്കളെ വർദ്ധിച്ചാൽ പിന്നെ ക്ഷയിപ്പിപ്പാനും പണിയത്രേ. അവർക്ക് ശക്തിയും ശൗര്യവും ദേവന്മാർക്ക് ഇല്ലെങ്കിലും ഈ ശത്രുക്കൾ വർദ്ധിച്ചാൽ ക്ഷയിപ്പിപ്പാൻ പണിയാണ്. ശത്രുക്കൾ വർദ്ധിച്ച് പോകുമ്പോൾ അവരെ തളർത്താൻ, അവരെ യുദ്ധത്തെ തോൽപ്പിക്കാൻ പണി വരും, പ്രയാസമാകും. അതുകൊണ്ട് വൃദ്ധനാൻ തപസ്സികൻ ഇന്ദ്രിയ ഗ്രാമങ്ങളെ നിഗ്രഹിക്കണം. മുമ്പേ കേവലം അല്ലെന്നാകിൽ അഗ്രേ പോയി വശങ്ങളായി ചമഞ്ഞിടുന്നൂനം. വൃദ്ധനായ ഒരു താപസൻ ഇന്ദ്രിയ ഗ്രാമങ്ങൾ, ഇന്ദ്രിയങ്ങളെ അടക്കുന്ന ഒരു താപസൻ, പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ വാക്കും മനസ്സും കണ്ണ് എല്ലാം ശ്രദ്ധിക്കുന്നതും നോട്ട് ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ 5 മനസ്സിനെയൊക്കെ അടക്കും. അതായത് ഇന്ദ്രിയ ഗ്രാമം എന്ന് പറയുന്നത്. അതിനെയൊക്കെ നിഗ്രഹിക്കണം. മുമ്പേ കേവലം അല്ലെന്നാകിൽ അഗ്രേ പോയി അവശങ്ങളായി ചമഞ്ഞിടും. ഈ ഒരു താപസനെ വിട്ടുകൊടുത്താൽ ഈ അടക്കി നിഗ്രഹിച്ച ഇന്ദ്രിയങ്ങളെല്ലാം പിന്നും വർദ്ധിക്കും. ഇന്ദ്രിയ ഗ്രാമങ്ങളെല്ലാം പുറത്തോട്ട് വരും. അടക്കിയതെല്ലാം തെളിഞ്ഞ് വരും. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ വർദ്ധിക്കും. അതുകൊണ്ട് അതുപോലെയാണ് ഇപ്പോഴേ ഇതിനെ നശിപ്പിക്കണം. ശത്രുക്കളെ മൂലച്ഛേദം ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവം ഒരു വൃദ്ധനായ താപസനായാലും സഞ്ചരിക്കാൻ വിട്ടാൽ എന്തു വരും? ഒരു ഇന്ദ്രിയങ്ങളെ അടക്കിയൊരു താപസനെ തുറന്നു വിട്ടാൽ ഒരു മുറിയിൽ തന്നെ നന്നായി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് മുനിയാ. പക്ഷെ അങ്ങാരെ സഞ്ചരിക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടാൽ കണ്ണി കണ്ട കടകളിലെ ഒക്കെ വാങ്ങിച്ചു തിന്നും ഇറച്ചി തിന്നും കാണേണ്ടത് കണ്ടും അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയ ഇന്ദ്രിയങ്ങളെല്ലാം പിന്നെയും പുറത്തേക്ക് വരും. അതുകൊണ്ട് അതുപോലെ ഇവിടെ തുറന്നു വിട്ടൂടാ. ഈ ശത്രുക്കളായ ദേവന്മാരെ ഇപ്പോഴേ ഉന്മൂലനാശം ചെയ്യണം. അതുകൊണ്ട് രോഗവും ശനി പുനരാഗമിച്ചിടും വിധൗ രോഗിതാൻ ചികിത്സ ചെയ്തിടാകേൽ മുഴുത്തെഴും. കാലമങ്ങേറ്റം ചികിത്സിച്ചാലും കഴിവരാ. രോഗം വന്നാൽ എന്തു ചെയ്യണം? അപ്പോഴേ ചികിത്സിക്കണം. ചികിത്സിക്കാതിരുന്നാൽ എന്തു വരും? രോഗം മൂർച്ഛിക്കും. പിന്നെ ഒരു രക്ഷയും ഉണ്ടാവത്തില്ല. പിന്നെ മരുന്ന് കൊടുത്താൽ അത് ഏൽക്കുകയില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു രോഗം വന്നാൽ അതിനെ അപ്പോഴേ ഔഷധം കൊടുത്ത് അതിനെ മാറ്റണം രോഗത്തെ. ഇല്ലെങ്കിൽ അത് മൂർച്ഛിച്ച് വന്നാൽ പിന്നെ മരുന്ന് ഏൽക്കുകയില്ല. അതുപോലെ വേണം. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ ദേവന്മാരെ ആദ്യമേ മുളയിലേ നുള്ളിക്കളയണം. അതുകൊണ്ട് രോഗവും ശനി പുനരാഗമിച്ചിടും വിധു രോഗിതാൻ ചികിത്സ ചെയ്തിടാകിൽ മുഴുത്തെഴും. ആ അസുഖം കൂടും ചികിത്സിച്ചില്ലെങ്കിൽ. കാലമങ്ങേറ്റം പിന്നെ എത്ര നാൾ ചികിത്സിച്ചാലും അത് രോഗം ഭേദമാവുകയില്ല. കഴിവരാ. വേലയുണ്ട് അതുപോലെ ശത്രു വർദ്ധിച്ചാൽ പിന്നെ ജയിച്ചു കൊള്ളുവാൻ പണിയായി വരും. എന്നാൽ അപ്പോൾ ക്ഷയിപ്പിപ്പാനും വഴി എന്തെന്നു ചിന്തിക്കണം. അതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിച്ചു പോകുന്നതിന്, രോഗം വർദ്ധിച്ചാൽ പിന്നെ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ പാടുപെടുന്നത് പോലെ ശത്രുക്കൾ വർദ്ധിക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ ക്ഷയിപ്പിക്കണം. ഇല്ലെങ്കിൽ വർദ്ധിച്ചാൽ പിന്നെ അതിനെ ക്ഷയിപ്പിക്കാൻ പണിയാണ്. ജയിച്ചു കൊള്ളുവാൻ പണിയായി വരും. എന്നാൽ അപ്പോൾ ക്ഷയിപ്പിപ്പാനും വഴി എന്തെന്നു ചിന്തിക്കണം. നിന്തിരുവടി അതിനേതുമൊന്നറിയേണ്ട. കംസനോട് പറയാം. കംസനു നിന്തിരുവടി എന്ന് ഭൃത്യന്മാരെ വിളിക്കുന്നത് അല്ല, ഭഗവാനെ വിളിക്കുമല്ല, ഇവിടെ കംസനെ വിളിക്കുക. നിന്തിരുവടി അതിനേതുമൊന്ന് അറിയേണ്ട സന്തതം ഞങ്ങൾ പരിബന്ധികളായിട്ടുള്ള ദേവകൾ തമ്മെ കുഴിച്ചാശു വേരോടുകൂടെ കേവലം പറിച്ച് അതിദൂരെ അങ്ങെറിഞ്ഞിടാം. അതായത് കംസൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. സന്തതം ഞങ്ങൾ എപ്പോഴും അത് പരിബന്ധികളായിട്ടുള്ള ഈ ദേവകളെ അതായത് ഒരു വൃക്ഷത്തിൻ്റെ
മൂട് മുറിക്കുകയല്ല, അത് വേരോടെ പിഴുത് മണ്ണ് മാന്തി അത് വേരോടെ പിഴുതെറിയുന്നത് പോലെ അതിനൊരു അംശം പോലെ കിടന്നാൽ വീണ്ടും കിളിച്ച് വരുന്നതുകൊണ്ട് വേരോടെ പിഴുത് കളയുന്ന പോലെ ഈ ദേവന്മാരായ ശത്രുക്കളെ വേരോടെ ഞങ്ങൾ കുഴിച്ച് തന്നെ അത് വേരോടെ എടുത്ത് കളയാം. സന്തതം ഞങ്ങൾ പരിപന്ധികളായിട്ടുള്ള ദേവകൾ തമ്മെ കുഴിച്ചാശു വേരോടുകൂടെ കേവലം പറിച്ച് അതിദൂരെ അങ്ങെറിഞ്ഞിടാം. ഈ ദേവന്മാരെല്ലാം വേരോടെ വിഴുതങ്ങ് കളയാം. തേറുക വേണം അതിനങ്ങനെ വഴിയെന്ന് കൂറിയിടാം ദേവാദികൾക്ക് ആശ്രയം. അതുകൊണ്ട് ഇത് തേറുക വേണം, ഇതെങ്ങനെ വേണമെന്ന് വഴി, ഇതെന്താ ഒരു പോംവഴി അത് കണ്ടുപിടിക്കണം. ഈ കുഴിച്ച് വേരോടെ എടുത്ത് കളയണം. ദേവന്മാരുടെ വേര് പോലും അവിടെ നിന്നൂടാ, അത്രമാത്രം പിഴുത് കളയണമെങ്കിൽ അതിന് തേറുക വേണം. അതിന് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനൊരു വഴി, അതിനൊരു പോംവഴി എന്താണെന്ന് ചിന്തിച്ചിട്ട് കൂറിയിടാം. അതെന്താ? ദേവാദികൾക്ക് ആശ്രയം. ആരാ? ദേവന്മാർക്ക് ആശ്രയം മഹാവിഷ്ണു നാരായണനാണ്. ദേവാദികൾക്ക് ആശ്രയം മഹാവിഷ്ണു താൻ, അവൻ എവിടത്തോനെന്നല്ലീ നനച്ചതും. നൂനമങ്ങവൻ ധർമ്മനിഷ്ഠകളോടെ വാഴും ഭൂസുരവരർ പോക്കലാകുന്നു നിരന്തരം. ഇവിടെ ബ്രാഹ്മണരാരികൾ എന്താ ചെയ്യുക? യാഗങ്ങളും ഹോമങ്ങളൊക്കെ കഴിച്ചാണ് ഇവിടെ ഭഗവാൻ നാരായണന് ഇവരാണ് വളർത്തി വെക്കുന്നത്. ഇവരുടെ യാഗവും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നാരായണൻ ഇത്രയും വലിയ ശക്തിമാനാകുന്നതെന്നുള്ളത് കൊണ്ട് ഈ ബ്രാഹ്മണരെയും ഭക്തന്മാരെയൊക്കെ ആദ്യമേ അങ്ങ് നശിപ്പിക്കണം. യാഗം നടത്തുന്നത് എങ്ങനെയാണ്? പശുക്കളുണ്ടെങ്കിലേ യാഗം ഉണ്ടാവൂ, നെയ്യും പാലും ഒക്കെ വേണം. അതുകൊണ്ട് പശുക്കളെയും ബ്രാഹ്മണരെയൊക്കെ കൊടുക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശൗര്യമൊക്കെ നിൽക്കും. ഇതാണ് ദുഷ്ടന്മാരായ കംസൻ ഭൃത്യന്മാരെ കണ്ടുപിടിച്ചേക്കുന്നത്. അതിൻ്റെ പോംവഴി വേരോടെ പിഴുത് കളയുന്നത് ഇങ്ങനെയാണ്. താൻ അവൻ എവിടത്തോനെന്നല്ലീ നനച്ചതും. നൂനമങ്ങവൻ ധർമ്മനിഷ്ഠകളോടെ വാഴും ഭൂസുരവരർ പോക്കലാകുന്നു നിരന്തരം. ഈ ബ്രാഹ്മണരാണ് ധർമ്മനിഷ്ഠകളോടെ ഇങ്ങനെ വാഴുന്നു. ഇവർ ഭഗവാന് വേണ്ടുന്ന യാഗങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഇത്രയെല്ലാം തേജസ്സും ഒക്കെ ഉണ്ടാക്കുന്നതെല്ലാം ഈ ബ്രാഹ്മണരാണ്. അവിടെ പൂജയും കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഭൂസുരർക്കെല്ലാം കർമ്മം എന്താണ്? അവർക്ക് ആശ്രയം എന്താണ്? കർമ്മമാണ്. അവർക്ക് ജോലി, അവർക്ക് ഈ ബ്രാഹ്മണർക്ക് ആശ്രയം കർമ്മങ്ങളാണ്. അതുകൊണ്ട് കർമ്മങ്ങൾക്ക് ആധാരം എന്താണ്? തേനുക്കൾ, പശുക്കളാണ്. അപ്പോൾ ഭൂസുരർ എന്ന് വെച്ചാൽ ബ്രാഹ്മണർ. അപ്പം ഭൂസുരരെ നിരന്തരം ഉപദ്രവിച്ചാൽ ഭഗവാന്റെ ശക്തി, മഹാവിഷ്ണു അങ്ങനെയാണ് അവിടെ ശക്തിപ്പെടുന്നത് ഇവരുടെ യാഗം കൊണ്ട്. അതുകൊണ്ട് ഭൂസുരവരർ പോക്കലാകുന്നു നിരന്തരം. എപ്പോഴും അവരുടെ യാഗവും കർമ്മങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭൂസുരർക്കെല്ലാം കർമ്മമാണ് ആശ്രയമാണ് അവരുടെ ജോലി, കർമ്മങ്ങളാണ്. ആ കർമ്മം എങ്ങനെ ഉണ്ടാകുന്നത്? കർമ്മങ്ങൾക്ക് ആധാരം എന്താണ്? തേനുക്കളാണ്, പശുക്കളാണ്. അപ്പോൾ ബ്രാഹ്മണരുടെ പൂജയും വഴിപാടൊക്കെ എങ്ങനെ വരുന്നത്? പശുക്കളെ കൊണ്ടാണ്. അതിൻ്റെ ചാണകവും മൂത്രവും പാല്, പഞ്ചഗവ്യം ഇതെല്ലാം ഇവിടെ ബ്രാഹ്മണർ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് നിർമ്മലാജ്യാതി ദ്രവ്യമുണ്ടാകും പശുക്കളാൽ. എന്നാൽ നാം ധരാസുരന്മാരെയും പശുകുലം തന്നെയും വധിച്ചൊടുക്കിയിടണം മടിയാതെ. ഒരു മടിയും കൂട്ടണ്ട. ഭൂമിയിലെ സുരന്മാർ, ഭൂമിയിലെ ബ്രാഹ്മണരെയും പശുക്കൂട്ടത്തിനെയും വധിച്ച് കൊല്ലണം മടിയാതെ. ഒരു മടിയും കൂടാതെ ഇവരെല്ലാം കൊല്ലുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശൗര്യമൊക്കെ നിൽക്കും. ഇതാണ് ഈ ദുഷ്ടനായ കംസൻ്റെ ഭൃത്യന്മാർ പറഞ്ഞത്. അതിന് ഉപായം കണ്ടുപിടിക്കുക. വേരോടെ പിഴുത് കളയണമെങ്കിൽ പശുക്കളെയും ബ്രാഹ്മണരെയാണ് കൊന്നെങ്കിലേ വേരോടെ പിഴുവാൻ പറ്റൂ. ബ്രാഹ്മണരുടെ പൂജയാണ് ഇതിനെല്ലാം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അവരെ മുന്നേ അങ്ങ് കൊല്ലണം. ഭക്തന്മാരായ ബ്രാഹ്മണരെയും ധേനുക്കൾ, പശുക്കളെയും തന്നെയും വധിച്ചൊടുക്കിടണം മടിയാതെ. എന്നാൽ നാം ധരാസുരന്മാരെയും പശുകുലം തന്നെയും വധിച്ച് ഒടുക്കിടണം മടിയാതെ. ധർമ്മവും വേദജപം ഗോദ്വിജ തപോ യജ്ഞം നിർമ്മല ശ്രദ്ധ ദയാ തിദിക്ഷ ശമം സത്യം. പിന്നെ ദക്ഷിണയോടുകൂടിയ കർമ്മങ്ങളും അന്വഹം ഗീർവാണോഹം എന്നിവ സകലവും ഒന്നിച്ചു ചമഞ്ഞൊരു വിഷ്ണുതൻ മായാ രൂപം. പിന്നെ സർവാത്മാ ഗുഹാശയനാം അവൻ തന്നെ ബ്രഹ്മാദി വിബുധന്മാർക്കൊക്കെയും മുതലായ തമ്മഹാവൃക്ഷഛേദം വേരോടുകൂടെ ചെയ്യൂ. അതാണ് ഇങ്ങനെയുള്ള ബ്രഹ്മാദി വിബുധന്മാർക്കൊക്കെയും മുതലായ തമ്മഹാവൃക്ഷഛേദം. അങ്ങനെയുള്ള വലിയ വൃക്ഷത്തിൻ്റെ ഛേദം എങ്ങനെ വേരോടുകൂടെ പിഴുതു കളയുന്നത്? ഇങ്ങനെ ബ്രാഹ്മണരെയും പശുക്കളെയെല്ലാം വധിക്കുമ്പോൾ ഈ വലിയ മഹാവൃക്ഷമാകുന്ന ഭഗവാൻ മഹാവിഷ്ണു വലിയ വൃക്ഷമാണല്ലോ, ആ മഹാവൃക്ഷഛേദം വേരോടുകൂടെ ചെയ്യൂ. അപ്പോൾ വേരാണ് ഈ ഭക്തന്മാരും
പശുക്കളും. അത് പുഴുത് കളയുമ്പോൾ അതിനെല്ലാം വധിക്കുമ്പോൾ ഭഗവാൻ അങ്ങ് വീണു പോകും. വേരങ്ങ് പുഴുതു പോകും, പിന്നെ അവിടെ നിലനിൽക്കുകയില്ല ദേവന്മാർ. തന്മൂലം പശുദ്ധിജ താപസ ദേവാദികൾ തമ്മെ കൊന്നൊടുക്കുമ്പോൾ ഉന്മൂലനാശം വരും. അപ്പോൾ പശുവിനെയും പശു ദ്വിജ അത് ബ്രാഹ്മണർ, പശു ബ്രാഹ്മണർ താപസന്മാരും ദേവാദികളും. അപ്പോൾ പശുക്കളും ബ്രാഹ്മണരും തപസികളും ദേവന്മാരും എല്ലാം തമ്മെ കൊന്നൊടുക്കുമ്പോൾ ഉന്മൂലനാശം വരും. അവിടെ എല്ലാം ഉന്മൂലനാശം വരും, ഇവരെല്ലാം വധിക്കുമ്പോൾ. വൈകാതെ പുനരതിനായുടൻ അനുഗ്രഹിച്ച് ആകൂതം വരുമാറ് ഞങ്ങളെ അയക്കില്ലോ. അതുകൊണ്ട് സന്തോഷമായിട്ട് ഞങ്ങളെ അയക്കൂ. ആരോട് പറയുന്നു? കംസനോട്. അതുകൊണ്ട് വൈകാതെ താമസിക്കാതെ പുനരതിനായുടൻ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് ഞങ്ങളെ അതിനായിട്ട് പറഞ്ഞു വിടൂ. ആകൂതം വരുമാറ് ഞങ്ങളെ അയക്കില്ലോ. സാധിക്കാം ഞങ്ങൾ ചെന്ന് സർവ്വകാര്യങ്ങളെയും ആദികളേതും ഭവാൻ ഉണ്ടാകയില്ലയല്ലോ. അത് ഇതിങ്ങനെ ഞങ്ങൾ സാധിച്ചു തരാം, ഞങ്ങളെ അനുഗ്രഹിച്ച് വിടൂ. അപ്പോൾ ഒരാധിയും കംസൻ ഉണ്ടാകില്ല, ഭവാന് ഉണ്ടാകയില്ലല്ലോ. ഇങ്ങനെ ദുർമന്ത്രികൾ ചൊന്നത് കേട്ട് കംസൻ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച് അവർകളെ എങ്ങുമേ കൽപ്പിച്ച് അയച്ചിടിനാൻ. സാധുക്കളെ തങ്ങളാലാകും വണ്ണം ദേഷിപ്പാൻ എല്ലായിടവും മുന്നമേ തന്നെ അവൻ തന്നുള്ളിൽ ഇരിക്കുന്നതെന്നല്ലോ. മുഴുവനായി വന്നിതു വിധിവശാൽ. അവൻ്റെ ഉള്ളിലിപ്പെല്ലാം വെളിയിൽ നേരത്തെ തന്നെ കംസൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇപ്പോൾ സാധ്യമാകുന്നു. പെട്ടെന്ന് തന്നെ സാധുക്കളെല്ലാം കൊന്നൊടുക്കാൻ അയക്കുന്നു. അത് നേരത്തെ തന്നെ കംസനത് പ്ലാൻ ഉണ്ടായിരുന്നു, അതിപ്പം വിധിയായിട്ട് വരികയും ചെയ്ത്. മൃത്യുപാശത്താൽ പരിബദ്ധ കന്ധരനായ ഒരുത്തമ ദേശി കംസൻ ഇത്തരം നിയോഗിച്ച് സത്വരം അയച്ചുള്ള ദാനവന്മാരെല്ലാവരും എത്രയും മായാവികൾ തങ്ങൾക്ക് വേണ്ടും വണ്ണം വിദ്രുതം ചമയാവോരാഷ്ട്രൈശ്വര്യങ്ങൾ കൊണ്ട് ഭദ്രന്മാരെല്ലാം സദാം ദേശങ്ങൾ കൊരുമ്പെട്ടു. അങ്ങനെ മായാവികളായ ഈ ദാനവന്മാർ അസുരന്മാർ അതിനുവേണ്ടി ഒരുങ്ങി. നിശ്ചലാത്മാക്കൾ ചെന്ന ദിക്കുകൾ തോറും പുക്കാർ ദുശ്ചരിത്രന്മാർ തങ്ങൾ നശിപ്പാനടുക്കയാൽ. ഈ ദുഷ്ടന്മാരായ കംസൻ്റെ ഭൃത്യന്മാർ ബ്രാഹ്മണരായ ഭക്തന്മാർ നശിപ്പിക്കാൻ അടുത്തപ്പോൾ നിശ്ചലാത്മാക്കളായ ഈ ബ്രാഹ്മണർ ദിക്കുകൾ തോറും പുക്കാർ പല പല സ്ഥലത്തേക്കും ഒളിച്ചും പാത്തുമൊക്കെ പോയി. നാശകാലത്ത് വിപരീതങ്ങൾ ഒഴിഞ്ഞൊന്നും ആശയം തെളിവുള്ളോരാകിലും തോന്നുകില്ല. ഇത് കംസൻ്റെ സമയദോഷം കൊണ്ടാണ്. അത് നാശകാലത്ത് വിപരീതമുണ്ടാകും. ഈ തോന്നലും ഇങ്ങനെ ചെയ്യണം തോന്നുന്നെന്താ? പെട്ടെന്ന് തന്നെ കംസന് വധം ഇരിക്കുന്നു. അതുകൊണ്ട് നാശകാലത്ത് വിപരീതങ്ങൾ ഒഴിഞ്ഞൊന്നും ആശയം തെളിവുള്ളോരാകിലും തോന്നുകില്ല. നല്ല തെളിവുള്ളവരാണെങ്കിൽ പോലും ബുദ്ധിമാന്മാരാണെങ്കിലും വിപരീത സമയമാണോ, നശിക്കാനുള്ള സമയമാണെങ്കിൽ നമുക്ക് നന്മ തോന്നുകയില്ല, തിന്മ കൊണ്ട് തോന്നും അതാണ് ശരിയെന്ന്. അതുകൊണ്ട് കംസന് വിനാശകാലേ വിപരീത ബുദ്ധി. കേശവഭക്തന്മാരാം ദിവ്യന്മാരതുമൂലം ഈശനാം ആത്മാവിങ്കലൊക്കവേ സമർപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ കേശവൻ എന്ന് വെച്ചാൽ ഭഗവാൻ നാരായണൻ്റെ ഭക്തന്മാരായ ദിവ്യന്മാർ, മഹർഷിമാരും ബ്രാഹ്മണരും ഭക്തന്മാരും ദേവന്മാരൊക്കെ എന്ത് ചെയ്തു? ഈശനാം ആത്മാവിങ്കലൊക്കവേ സമർപ്പിച്ചു. പരമാത്മാവിൽ മൊത്തവും സമർപ്പിച്ചു. അല്ലാതെ ആരോട് പറയാനാ? അവർക്ക് ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ. ആ കംസനാണെങ്കിലോ കുറേ ദുഷ്ടന്മാരായ ഭൃത്യന്മാരുണ്ട്. അങ്ങനെ ഈശാനാം ആത്മാവിങ്കലൊക്കവേ സമർപ്പിച്ചു ഭേദവിഭ്രമം തീർത്തു മോദേന വസിക്കുന്നു. അങ്ങനെ ഭേദവിഭ്രമങ്ങളെല്ലാം തീർന്നിട്ട് സന്തോഷമായിട്ട് ഭഗവാൻ തന്നെ സമർപ്പിച്ച് അവർ സന്തോഷത്തോടെ വസിക്കുന്നു. അവർക്ക് ഭഗവാൻ അടുക്കേണ്ടതിനാ ഭയക്കുന്നത്. മരിച്ചാലും ദേഹം അല്ലേ പോവുള്ളൂ. പരമാത്മാവായ ആ ആത്മാവ് പരമാത്മാവിൽ ചേരുമല്ലോ. സാദരം ദയാ സമബോധമോടതേ നല്ലു നല്ലതു താൻ താൻ ചെയ്വതിനെന്നിയേ മറ്റില്ലെന്നും നല്ല സജ്ജനങ്ങൾക്കും തോന്നുന്നു മായാവശാൽ തെളിയുന്നില്ല. നല്ലതേ നല്ലൂ പുനരെല്ലാവർക്കും എല്ലാ നാളും നല്ലതു വേണം ചിന്തിച്ചിടുവാൻ എല്ലാവരും. നല്ലതു നാരായണ നാമ കീർത്തന ധ്യാനം നല്ലവരതു തന്നെ ശീലിച്ചു കൊള്ളുവിൻ നിത്യം. അതുകൊണ്ട് നമ്മൾ നല്ലവരാരെങ്കിലും ഭക്തന്മാരുണ്ടെങ്കിൽ നന്മ ചെയ്യുക. നല്ലതേ നല്ലൂ നല്ല സജ്ജനങ്ങൾക്ക് തോന്നുന്നു മായാവശാൽ ഭഗവാനിലെല്ലാം അർപ്പിച്ച് ഭഗവാൻ തന്നെ ശരണം പ്രാപിക്കണമെന്ന്
നല്ല വിദ്വാൻമാർ ഭക്തന്മാർ അങ്ങനെ ചെയ്ത് നല്ലതേ നല്ലു എല്ലാവർക്കും എല്ലാ നാളും നല്ലത് വേണം ചിന്തിച്ചിടുവാൻ എല്ലാവരും നല്ലത് നാരായണ നാമ കീർത്തന ധ്യാനം നല്ലവർ അത് തന്നെ ശീലിച്ചു കൊള്ളുവിൻ നിത്യം നല്ല സൽക്കഥയെല്ലാം ഇങ്ങനെ പല നേരം നല്ലത് വരുവാനായി ചൊല്ലിയ കിളിമകൾ മെല്ലവേ നാളെ ശേഷം ചൊല്ലുവനെന്ന് ചൊല്ലി കല്യാണം കലർന്നിരുന്നിടിനാളക്കാലമേ. നല്ല ഭക്തന്മാർ ഭഗവാൻ തന്നെ ആശ്രയം സർവ്വം സമർപ്പിച്ച് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലത് നാളെ ശേഷം ചൊല്ലുവനെന്ന് ചൊല്ലിയിട്ട് കല്യാണം മംഗളമായിട്ട് അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഭക്തന്മാരായ മാമുനികളും ബ്രാഹ്മണരും ഭക്തന്മാരും ഒക്കെ ഭഗവാനിലെല്ലാം സമർപ്പിച്ച് ദുഷ്ടന്മാരായ കംസന്മാരെയൊക്കെ ഭയക്കേണ്ട കാര്യം എന്താ? പരമാത്മാവിനെ തന്നെ ആശ്രയം പ്രാപിച്ച് അവരങ്ങനെ സന്തോഷമായിട്ട് ആനന്ദത്തോടെ ഇരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.